അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ മോനാണ് മുഹമ്മദ് സ്വാലി. അവനക്ക് SNA രോഗം പിടിപെട്ടിട്ടുള്ള പ്രസവത്തിൽ തന്നെ വളരെയധികം മോന് വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള ചികിത്സക്ക് 1,10,00,000 വേണം. അപ്പോൾ മോനിക്ക് 21 എല്ല് പൊട്ടിയിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്നിടത്തോളം ശ്വാസം എടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥ വരിക. എല്ല് വളയാണ്, നട്ടെല്ല് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദ് യശോദ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് 6-ാം തീയതി ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്. ട്രീറ്റ്മെന്റിന് ഏകദേശം 1,10,00,000 വരുന്നുണ്ട്. ഞാൻ ഇവിടെ മദ്രസ അധ്യാപകനായി ജോലി ചെയ്യാം. മോന്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മൊയ്തീൻകുട്ടി ദാരിമിയാണ്. ഈ പള്ളിയിൽ 5 വർഷമായിട്ട് ഖത്തീബായി ഇമാമായി സേവനം ചെയ്യുന്നു. വളരെ അടുത്ത് അറിയുന്ന ഒരു കുടുംബമാണ് കാപ്പിൽ ഉനൈസിന്റെ കുടുംബം. ഉനൈസ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ തന്റെ കുടുംബ പ്രാരാബ്ദം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു നല്ല ചെറുപ്പക്കാരനാണ്. നാട്ടിലെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആരെയും നോക്കാതെ, ആരെയും കാത്തു നിൽക്കാതെ ഇതിൽ ഇടപെടുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്ത ആ സഹോദരനാണ് പടച്ച റബ്ബിന്റെ ഭാഗത്തുനിന്ന് തന്റെ കുട്ടിയിലൂടെ ഇങ്ങനെ ഒരു പരീക്ഷണം വന്നിട്ടുള്ളത്. ആ കുട്ടി രാവും പകലുമില്ലാതെ എല്ല് പൊട്ടി വേദന സഹിക്കാതെ കരയുകയും നട്ടപ്പാതിരാക്ക് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൂടെ ഓടുന്ന കാഴ്ച ഞങ്ങളൊക്കെ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആരെ കണ്ടാലും ആ കുട്ടി വാരി പുണർന്നും കൊണ്ട് ഉമ്മ വെക്കുകയും വളരെ പ്രതീക്ഷയോടുകൂടി ആ കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കാനും കളിച്ചു നടക്കാനും സമപ്രായക്കാരായ ആളുകളെ കാണുമ്പോൾ എനിക്കും അതുപോലെ ആവില്ലേ എന്ന ദയനീയമായ ചോദ്യവും നമ്മുടെ മുന്നിൽ ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ആ കുട്ടിക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ ഒരു മൂലയിലിടാതെ, ഒരു വീൽ ചെയറിലിടാതെ നമ്മളെ മക്കളെ പോലെ ഓടി നടന്ന് കളിച്ചു വളരുന്നത് കാണാൻ എന്റെ പ്രിയപ്പെട്ടവര് മനസ്സഴിഞ്ഞ് ഒന്ന് സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് ആവശ്യപ്പെട്ടത്. ഞാൻ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ താമസിക്കുന്ന കാപ്പിൽ ഉനൈസ് മൗലവിയുടെ മകന്റെ ചികിത്സാ ധനസഹായത്തിന്റെ ആവശ്യവുമായിട്ടാണ് ഇന്ന് നിങ്ങളെ സമീപിക്കുന്നത്. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് ഉനൈസ് മൗലവി. തുച്ഛമായ വേതനം ലഭിക്കുന്ന ഒരു ജോലി, മദ്രസ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ ചികിത്സാ ആവശ്യത്തിന് ഏകദേശം 1,10,00,000 രൂപയാണ്. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് മേലാറ്റൂര് ടൗൺ ജുമാ മസ്ജിദിലാണ്. ജാതി മതഭേദമന്യേ ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ ഇവിടെ കൂടിയിട്ടുള്ളത് മുഹമ്മദ് സ്വാലിഹ് എന്ന് പറയുന്ന ഈ 3 വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ സഹായം അഭ്യർത്ഥിക്കാനാണ്. കാപ്പിൽ ഉനൈസ് മുസ്ലിയാരുടെ മകനാണ് മുഹമ്മദ് സ്വാലിഹ്. ഒരു മദ്രസ അധ്യാപകനായ ഈ സഹോദരന് മകന്റെ ചികിത്സയ്ക്ക് 1,10,00,000 രൂപ സമാഹരിക്കേണ്ടതുണ്ട്. ഇതിനായിട്ട് ഒരു നിവൃത്തിയില്ലാതെയാണ് ഈ നാട് മുഴുവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. SNA XV എന്ന് പറയുന്ന മാരകമായ അസുഖം ബാധിച്ചിട്ട് ശരീരത്തിന്റെ എല്ലുകൾ മുഴുവൻ വളഞ്ഞ് പൊട്ടുകയാണ്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ 21 പ്രാവശ്യം അവന്റെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മളൊക്കെ പൊട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദനന്റെ 80% കൂടുതലായിട്ടാണ് ഈ കുഞ്ഞു ശരീരം എല്ലുകൾ പൊട്ടുമ്പോൾ വേദനിക്കുന്നത്. അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വളഞ്ഞിട്ടാണ്. നട്ടെല്ലാണെങ്കിലും അവന്റെ നെഞ്ചാണെങ്കിലും ഈ ഇടുപ്പിന്റെ താഴ്ഭാഗമാണെങ്കിലും എല്ലാം വളഞ്ഞു നിൽക്കുകയാണ്. ഇത് മുഴുവൻ സർജറി ചെയ്ത് നിവർത്തുന്നതിന് വേണ്ടിയാണ് 1,10,00,000 രൂപ ചെലവ് വരുന്നത്. ശരീരത്തിന്റെ എത്ര ഭാഗങ്ങളാണ് സർജറിയിലൂടെ എല്ലുകൾ നിവർത്തേണ്ടത് എന്നറിയില്ല. അത്രമാത്രം വേദനയും അത്രമാത്രം പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു കുഞ്ഞിന് ഇനി നിങ്ങളല്ലാതെ വേറൊരു വഴിയില്ല. ഈ സർജറി ചെയ്തില്ലെങ്കിൽ പാടെ ഒരു കട്ടിലിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു കുഞ്ഞ് ശരീരം മുഴുവൻ വളഞ്ഞ് ഒടിഞ്ഞ് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഈ കുഞ്ഞിന്റെ ശരീരം മാറാതിരിക്കാൻ നമ്മുടെ മക്കളെ പോലെ കളിച്ച് ചിരിച്ച് നടക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരു നാട് മുഴുവൻ ഇവിടെയുണ്ട്. ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇവിടെയുണ്ട്. ഈ നാട്ടിലെ LC സെക്രട്ടറി പി രാമചന്ദ്രൻ, അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവാണ്, കൺവീനർ ആയിട്ടുള്ള അജിത് പ്രസാദ്. അതുപോലെ തന്നെ PK അബൂബക്കർ ഹാജി, മുസ്ലിം ലീഗിന്റെ അദ്ദേഹം സ്റ്റേറ്റ് കൌൺസിലറാണ്. അദ്ദേഹമാണ് ഇതിന്റെ മറ്റേ കോർഡിനേറ്റർ. അങ്ങനെ എല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കണം. ഇദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ വെക്കുന്നുണ്ട്. സഫ്ന എന്നാണ് ഭാര്യന്റെ പേര്. എല്ലാവരും സഹായിക്കണം. കാരണം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിലൊക്കെ മാക്സിമം ഇത് എത്തിക്കേണ്ട ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുത്ത് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫണ്ട് കളക്ഷന്, ഈ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് ഇവന് 1,10,00,000 രൂപയാണ് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമുള്ളത്.
നിങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിൽ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.